ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ തിളച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നല്ലൊരു അടിപൊളി സാമ്പാറാണ്. നമ്മളുടെ കയ്യിൽ കുറച്ച് വെജിറ്റബിൾസേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു തക്കാളി ഉള്ളൂ, സവാളയുള്ളൂ, തക്കാളി പോലും ഇല്ല എന്നുണ്ടെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയൊരു സാമ്പാറാണ്. ഇവിടേക്ക് ഒരു സൗണ്ട് ഡിസ്റ്റർബൻസ് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ തെങ്ങ് വെട്ടുന്നതാണ് അടുത്ത കോമ്പൗണ്ടിൽ. അപ്പോൾ അതിൻ്റെ സൗണ്ടാണ് വരുന്നത്. ഞാനൊന്ന് വേഗം ഇൻട്രോ പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മൺചട്ടി ആയതുകൊണ്ട് സാമ്പാർ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചുരക്കിയ സാമ്പാറാണിത്. അപ്പോൾ ചുരക്കിയ സാമ്പാർ ഇതുപോലെ ഉണ്ടാക്കി ഇഡലിയുടെ ദോശയുടെ ഒക്കെ കൂടെ കഴിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കും. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ചുരക്കിയ സാമ്പാർ തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു ചുരക്കി എടുത്തിട്ടുണ്ട്. ഈ ചുരക്കിയുടെ പകുതിയാണ് എടുക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ 2 തക്കാളി, മീഡിയം വലിപ്പത്തിലുള്ള 2 തക്കാളി, വലിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം മതി, 3 പച്ചമുളക്, 1 സവോള, 3/4 കപ്പ് തുവരപ്പരിപ്പ് തന്നെ എടുക്കുക സാമ്പാറിന്. അതുപോലെ തന്നെ 4-5 ഉള്ളി എടുക്കുക. ഉള്ളി നമുക്ക് പരിപ്പിൻ്റെ കൂടെ ചേർത്ത് വേവിക്കാനാണ്. മുഴുവനും ഉള്ളി തന്നെ ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. സവോള മാറ്റിയിട്ട് സവോളയ്ക്ക് പകരമായിട്ട് ഒരു 10-15 ഉള്ളി ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും സാമ്പാറിന്. പിന്നെ നമുക്ക് വേണ്ടത് സാമ്പാർ പൊടി, അതുപോലെ മല്ലിയില കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പരിപ്പ് വേവിക്കാൻ വെക്കണം. പരിപ്പ് കഴുകിയൊന്നും എടുക്കട്ടെ, അതിനുശേഷം നമുക്ക് പരിപ്പ് വേവിക്കാൻ വെക്കാം. അപ്പോൾ നമ്മൾ പരിപ്പ് കഴുകിയെടുത്തിട്ടുണ്ട്. ഞാൻ പരിപ്പും വെള്ളവും ഒരുമിച്ച് ചേർത്തിട്ടാണ് കുക്കറിലേക്ക് വെക്കുന്നത്. പരിപ്പിൻ്റെ മുകളിൽ കുറച്ച് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ചേർക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് സവോളയാണ്. സവോള ഇല്ല അല്ലെങ്കിൽ ഉള്ളി നന്നാക്കി എടുത്തതുണ്ടെന്നുണ്ടെങ്കിൽ സവോളയ്ക്ക് ഓരോ ഉള്ളി തന്നെ ചേർക്കാം. അപ്പോൾ ഒരു സവോള എടുത്തിട്ട് കുറച്ച് വലിപ്പത്തിൽ കട്ട് ചെയ്ത് ചേർക്കാം കേട്ടോ. തീരെ ചെറുതായിട്ട് കട്ട് ചെയ്യണ്ട, കുറച്ച് വലുതായിട്ട് തന്നെ കട്ട് ചെയ്തോളൂ. ഇതുപോലെ വലിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു 3-4 ഉള്ളി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ കായപ്പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. പിന്നെ പരിപ്പിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്ത് നമുക്ക് ഒരു 2 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. 2 വിസിൽ വരട്ടെ. ചുരക്ക ഈ സമയത്ത് കട്ട് ചെയ്ത് വെക്കാം. ചുരക്കയുടെ പകുതി എടുത്തിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. തൊലിയൊന്നും മാറ്റാതെ കേട്ടോ ചുരക്ക കട്ട് ചെയ്യാൻ പോകുന്നത്. ചുരക്ക തൊലിയോടുകൂടി സാമ്പാറിൽ ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ തൊലി മാറ്റാതെ ചുരക്ക കട്ട് ചെയ്യാൻ പോകുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പരിപ്പും വെന്ത് വരട്ടെ. ഇപ്പോൾ നമ്മൾ നമ്മുടെ ചുരക്കയും തക്കാളിയും ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ചുരക്കയെ കുറച്ച് വലിയ പീസുകളായിട്ട് ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഒരു തക്കാളി 8 പീസാക്കി എടുത്തു. 3 പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വറവിടാനുള്ള ഉള്ളി റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ പ്രഷർ പോയി കഴിഞ്ഞിട്ട് നമുക്കിനി ഇതെല്ലാം കുക്കറിലേക്ക് ചേർത്ത് വേവിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മൺചട്ടിയിൽ വേവിച്ചിട്ട് പരിപ്പും സവോളയും എല്ലാം ചേർന്ന് മിക്സ് ഇതിലേക്ക് ഒഴിച്ചാലും മതി. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടി കുക്കറിൽ തന്നെയാണ് വേവിക്കുന്നത്. അപ്പോൾ കുക്കറിൻ്റെ പ്രഷർ പോയിട്ട് നമുക്ക് കുക്കർ തുറന്നിട്ട് ഇതും കൂടി ചേർത്ത് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കുക്കർ കംപ്ലീറ്റ് പ്രഷർ പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറക്കാം. ഇതുണ്ടോ, പരിപ്പും സവോളയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, ചുരക്ക, അതുപോലെ തന്നെ തക്കാളി ഇത്രയും ചേർത്തിട്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് പുളി കലക്കി വെച്ചിരിക്കുന്ന വെള്ളമാണ്. നമ്മുടെ വാളൻ പുളി കലക്കിയ വെള്ളം, അതും ചേർത്ത് കൊടുക്കുക. ഇനി ഒരു വിസിൽ വരുന്നത് വരെ ഇത് വീണ്ടും കുക്ക് ചെയ്തെടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് കുക്കായി വരട്ടെ. ഒരു വിസിൽ മതി കേട്ടോ, അതിൽ കൂടുതൽ കുക്ക് ചെയ്യണ്ട. ചുരക്കൊക്കെ ഉടഞ്ഞു പോകും അല്ലാതെ അങ്ങോട്ട് ഓവർ കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളിപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല, പരിപ്പിൽ ചേർത്ത് ഉപ്പേ ഉള്ളൂ. ഇനിയിപ്പോൾ കഷ്ണങ്ങളൊക്കെ കുക്കായി കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്നിനി കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ കംപ്ലീറ്റ് പ്രഷർ പോയിട്ടുണ്ട്. നമുക്കിനി കുക്കർ മാറ്റി വെച്ചിട്ട് വേറൊരു ചട്ടി വയ്ക്കാം. അപ്പോൾ നമ്മൾ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ആദ്യം ചേർക്കുന്നത് കടുകാണ്. 1 ടീസ്പൂൺ കടുക് ചേർക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിലും കുറച്ചുകൂടി ഏകദേശം 1/2 ടീസ്പൂൺ അടുത്ത് ഉലുവയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഉലുവയും കൂടി ഒന്ന് പൊട്ടി വരട്ടെ. ഉലുവയും പൊട്ടി കഴിയാറാവുന്നുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളിയുടെ കൂടെ തന്നെ ഒരു 3 വറ്റൽമുളക്, അതുപോലെ തന്നെ കറിവേപ്പില. ഉള്ളി ഒന്ന് കളർ ചേഞ്ച് ആയി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർക്കാനുണ്ട്. അപ്പോഴേ നമ്മുടെ സാമ്പാർ പെർഫെക്റ്റ് ആവുള്ളൂ. ഉള്ളി ഒന്ന് കളർ മാറി തുടങ്ങുമ്പോൾ ഈ ഒരു ചട്ടിയിലേക്ക് തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് ആദ്യം
ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒന്ന് കുക്കായി വരുമ്പോൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ എല്ലാം കൂടി ഒരുമിച്ച് ചേർക്കുന്നില്ല, മൺചട്ടിയാണ്. അപ്പോൾ പതുക്കെ ഓരോന്നും ചേർത്ത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടി കുക്കായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി സാമ്പാറിന് കുറച്ച് കൊഴുപ്പ് കിട്ടാനായിട്ട് നമ്മൾ പരിപ്പ് 1/4 കപ്പ് ചേർത്തിട്ടുണ്ടെങ്കിലും ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, സാധാരണ ഞാൻ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ചില സമയത്തെ മല്ലിപ്പൊടി ചേർക്കാറുള്ളൂ, ഇല്ലെങ്കിൽ സാമ്പാർ പൊടി മാത്രമേ ചേർക്കാറുള്ളൂ. ഇന്നിപ്പോൾ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് കഷ്ണങ്ങളുടെ കൂടെ. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. ഈ പൊടികളൊന്ന് കുക്കായി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം. സാമ്പാർ പൊടി ചേർക്കുമ്പോൾ ഒന്ന് ഇതുപോലെ എണ്ണയിൽ ചൂടാക്കിയിട്ട് ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും സാമ്പാറിന്. ഒരു 2.5 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർക്കുന്നുണ്ട്, കഷ്ണങ്ങൾ കൂടുതലുള്ളതുകൊണ്ട്. സാമ്പാർ പൊടിയും കൂടി ഒന്ന് കുക്കായി വരട്ടെ. ഇതെല്ലാം ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പൊടികൾ വേഗം കരിഞ്ഞു പോവും. അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ സാമ്പാർ പൊടിയും കുക്കായി വരുന്നുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഗ്രേവി കുറവാണ്. അപ്പോൾ ഞാൻ ഈ കുക്കറിലേക്ക് തന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ചേർക്കുന്നില്ല, കുറച്ച് വെള്ളമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഒരുപാട് ലൂസായിട്ടുള്ള സാമ്പാറായിട്ടല്ല ചെയ്യുന്നത്, കുറച്ച് കുറുകിയിരിക്കുന്ന സാമ്പാറായിട്ടാണ് ചെയ്യുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേറെ കാര്യങ്ങളൊക്കെ ഇനിയും ചേർക്കാനുണ്ട്. അത്യാവശ്യം ലൂസായിട്ടുള്ള ഗ്രേവിയായി. ഇനി ഇതൊന്ന് തിളച്ച് കുറുകണം. നമ്മളപ്പോൾ വെജിറ്റബിൾസിന് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കുക ഇപ്പോൾ തന്നെ. ഇനി ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർക്കാം. നമ്മൾ കായപ്പൊടി ചേർത്തിട്ടാണ് കഷ്ണങ്ങൾ വേവിച്ചിട്ടുള്ളത്, എങ്കിലും 1/4 ടീസ്പൂണും കൂടി കായപ്പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ചുരക്കയുടെ തൊലി മാറ്റിയതിന് ശേഷം മതി കഷ്ണങ്ങൾ വേവിക്കുന്നതെന്നുണ്ടെങ്കിൽ തൊലി മാറ്റാം കേട്ടോ. ഞാനിപ്പോൾ മാറ്റുന്നില്ല എന്നുള്ളത് കാണിച്ചു തന്നേ ഉള്ളൂ. പിന്നെ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഫ്ലെയിം കൂട്ടി വയ്ക്കാം. നമുക്ക് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്കിനി ഉപ്പും പുളിയും എരിവും ഒക്കെ ചെക്ക് ചെയ്ത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻ്റൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ തിളയ്ക്കട്ടെ. അപ്പോൾ നമ്മുടെ സാമ്പാർ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇത്രയും ശർക്കര, ചെറിയൊരളവിൽ ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നും കൂടി ഇളക്കി മിക്സ് ചെയ്യുക. ശർക്കര ഒന്ന് മെൽറ്റ് ആവാനുള്ള സമയം കൊടുക്കുക. അപ്പോൾ നമ്മൾ പുളി ചേർത്ത് വേവിച്ചത് കാരണം കഷ്ണങ്ങളിലേക്കൊക്കെ നന്നായിട്ട് പുളി പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പുളി പിടിക്കാനായിട്ടൊന്നും വെയിറ്റ് ചെയ്യണ്ട. ഇതുപോലെ കഷ്ണങ്ങളുടെ കൂടെ പുളി ചേർത്ത് വേവിക്കുകയാണെങ്കിൽ പുളിയൊക്കെ നേരത്തെ തന്നെ കഷ്ണങ്ങളിലേക്ക് പിടിച്ചു വന്നോളും. ഇനി നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്യാം, എരിവ് ചെക്ക് ചെയ്യാം. എരിവ് കുറവാണെങ്കിൽ 1-2 പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കാം കേട്ടോ. ഇപ്പോൾ ആവശ്യത്തിന് എരിവ് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ സാമ്പാർ പൊടിയുടെ എരിവും അതുപോലെ നമ്മൾ ചേർത്ത പച്ചമുളകിൻ്റെ ആ ഒരു എരിവും മുളക് പൊടിയുടെ എരിവും എല്ലാം ഉണ്ടാവും. അപ്പോൾ പുളി കുറവാണെങ്കിൽ പുളി പിഴിഞ്ഞ് ചേർക്കാം, എരിവ് കുറവാണെങ്കിൽ പച്ചമുളക് ചേർക്കാം, ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. പുളി കൂടുതലാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ശർക്കര ചേർത്ത് കൊടുക്കുക, പഞ്ചസാര ചേർക്കരുത്. അപ്പോൾ ഞാനിതൊന്ന് ചെക്ക് ചെയ്യട്ടെ. ഉപ്പും എരിവും പുളിയും എല്ലാം കറക്റ്റാണ്. ഇനി ശർക്കരയോ പച്ചമുളകോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നല്ല പാകത്തിനുള്ള എരിവൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സാമ്പാർ ഓഫ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു സാമ്പാർ ഉണ്ടാക്കി നോക്കിക്കോളൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നു പോരുത് കേട്ടോ. ഇഷ്ടപ്പെട്ട റെസിപ്പി എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ. അതുപോലെ തന്നെ ഇഷ്ടമായ റെസിപ്പി ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറന്നു പോരുതേ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഗാർണിഷ് ചെയ്യാം. ഞാൻ ഇനി മല്ലിയില ചേർക്കുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആവശ്യത്തിന് മല്ലിയില നമ്മൾ ചേർത്തിട്ടുണ്ട്. മല്ലിയിലയുടെ ഫ്ലേവറൊക്കെ സാമ്പാറിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇത്രയും മതി. പിന്നെ ഇത് ഒന്നുകൂടി ഒന്ന് തിളച്ച് കുറുകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറുകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സാമ്പാറിൻ്റെ പാകം ഇതുപോലെ ലൂസാണ്. ഒന്ന് ചൂട് മാറി വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ മൺചട്ടി ആയതുകൊണ്ട് ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ കുറച്ച് സമയം കൂടി ഇരുന്ന് തിളയ്ക്കും. അത് കഴിഞ്ഞ് ചൂട് മാറി വരുമ്പോൾ പാകത്തിന് നമുക്ക് ചോറിലൊഴിച്ച് കഴിക്കാൻ പറ്റിയ, അല്ലെങ്കിൽ ഇഡലിയുടെയും ദോശയുടെ കൂടെ കഴിക്കാൻ പറ്റിയ സാമ്പാറായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും എന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് നാളെ കാണാം.